നമസ്കാരം. പതിരും കതിരും. നീണ്ട നാളത്തെ മൗനവ്രതത്തിന് ശേഷം കുഞ്ചിത്തണ്ണിയിലെ തെറിയാശാൻ വീണ്ടും വായ തുറന്നു. ആ പെരുവായിൽ ഭജനം പാർത്തിരുന്ന സകല ഹിംസ്ര ജന്തുക്കളും പുറത്തു ചാടി. അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും അല്ലെങ്കിൽ പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നുമാണ് ഈ ആണ്ടറുതിയിലെ ആഹ്വാനം. ഞാനുൾപ്പെടെ പല നേതാക്കളും നേരിട്ട് അടിച്ചിട്ടുണ്ട്. പ്രസംഗിച്ചാൽ മാത്രം പ്രസ്ഥാനമുണ്ടാകില്ല എന്നാണ് മണിയുടെ തിരുവചനം. അടിയുടെ കുറവ് കൊണ്ടാണ് നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരാത്തത് എന്നാണ് ഡബിൾ എം മണിയുടെ കണ്ടെത്തൽ. എരികപ്പുല്ലുകൊണ്ട് പരസ്പരം കുത്തി യാദവകുലം മുടിഞ്ഞ കഥ കേട്ടിട്ടുണ്ട്. നാട്ടുകാരിറങ്ങി തല്ലുന്നതിന് മുമ്പ് തന്നെ തമ്മിലടിച്ച് നശിക്കാനുള്ള സമയമായി മണിയാശാനെ. യാദവകുലം നശിച്ചത് അവർ തിന്മയുടെ പാതയിലൂടെ സഞ്ചാരം തുടങ്ങിയതുകൊണ്ടാണ്. ഏതാണ്ട് അതേ വഴി അതേ മാതൃക തന്നെയാണ് CPMൻ്റെയും സഞ്ചാരം. സാമ്പൻ എന്ന യാദവൻ വേഷം മാറി ദുർവാസാവ് മഹർഷിയെ പറ്റിച്ചത് ഓർമ്മയില്ലേ? ഗർഭിണിയായി വേഷം കെട്ടിച്ചെന്ന യുവാവ് മഹർഷിയോട് ചോദിച്ചു, എനിക്ക് ഏത് കുട്ടിയാണ് ജനിക്കുന്നതെന്ന്. കോപാകുലനായ ദുർവാസാവ് പറഞ്ഞു, നീ ഒരു ഇരുമ്പുലക്ക പെറുമെന്ന്. മഹർഷിയുടെ ശാപം ഫലിച്ചു. സാമ്പൻ ഇരുമ്പുലക്ക പെറ്റു. യാദവര ഉലക്ക പൊടിച്ച് കടലിലെറിഞ്ഞു. തിരികെ അടിഞ്ഞ ഇരുമ്പ് പൊടി കടൽ തീരത്ത് എരികപ്പുല്ലായി വളർന്നു. മദ്യപിച്ച് ലക്കുകെട്ട യാദവർ എരികപ്പുല്ല് പറിച്ച് പരസ്പരം കുത്തിച്ചത്തു. ഈ പ്രസ്ഥാനം ഇതുപോലെ ഏതെല്ലാം വേഷം കെട്ടിയാണ് ജനങ്ങളെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. ജനങ്ങളുടെ ശാപമേറ്റുവാങ്ങിയ പാർട്ടി അധികം വൈകാതെ വിപ്ലവത്തിന് പകരം ഇരുമ്പുലക്ക പ്രസവിക്കും. വകതിരിവില്ലാതെ വായ തുറക്കുന്ന മണിയാശാൻ നാട്ടുമനുഷ്യനും പച്ചയുമാണെന്ന് പറയാം. വിദ്യാഭ്യാസമുള്ളവരും വകതിരിവില്ലാതെ പോകുന്നു എന്നതാണ് ഈ പാർട്ടിയുടെ ഗതികേടും ശാപവും. വിവേകത്തിൻ്റെ സ്വരമുള്ള ഒരൊറ്റയൊരുത്തനും ഇതിലില്ല. മുട്ടിലിഴയുന്ന SFIക്കാരൻ മുതൽ മുട്ടുകാല് കോച്ച് വീട്ടിലിരിക്കുന്ന CPMകാരൻ വരെ ഒരേ ഭാഷയിലേ സംസാരിക്കൂ. വായ തുറന്നാലുടൻ അടിയും തിരിച്ചടിയും കാലുവെട്ടുമായിരിക്കും. കുറുക്കൻ്റെ കുഞ്ഞിനെ കൂവാൻ പഠിപ്പിക്കേണ്ട എന്ന പോലെ കുട്ടിസഖാക്കളെല്ലാം തനിയെ പഠിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചടിച്ചത് നന്നായി എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന മാതിരിയുള്ള അടിയാണ് അടിക്കേണ്ടതെന്നും മണി ഉപദേശിക്കുന്നു. മണിപ്രവാളം കേട്ടതിൻ്റെ അന്ന് തന്നെ SFI നേതാവും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടി ഒല്ലൂരിലൊരു പോലീസുകാരൻ്റെ കൈയങ്ങ് തല്ലി ഒടിച്ചു. ഇരവിമംഗലം ഷഷ്ടി നടക്കുമ്പോഴാണ് സഖാക്കൾ വീരാളിപ്പട്ട് കഴുത്തിൽ ചുറ്റി ഷഷ്ടി കലക്കാനെത്തിയത്. അവിടെ വെച്ച് തടസ്സം പിടിക്കാൻ ചെന്ന പോലീസിൻ്റെ കൈയങ്ങ് തല്ലി ഒടിച്ചു. ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ആ അടി നന്നായെന്ന്. കാരണം പണ്ടത്തെ 5 രൂപ പോലീസിൻ്റെ പണിയാണല്ലോ ഇപ്പോൾ കേരള പോലീസ് പിണറായിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഖാക്കൾ കൈതല്ലിയൊടിച്ചാലും പോലീസ് സഹിച്ചുകൊള്ളും. കാരണം ഞങ്ങളുടെ സഖാക്കൾ ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ് എന്നാണ് ഇപ്പോൾ പോലീസുകാർ ചോദിക്കുന്നത്. പ്രസംഗിക്കാൻ മാത്രം നിന്നാൽ പ്രസ്ഥാനം വളരില്ലെന്നും അടിയാ നമ്മുടെ പരിപാടിയെന്നുമുള്ള മണിയുടെ ആഹ്വാനം കേട്ട് സഖാക്കൾ നാളെ മുതൽ നിരത്തിത്തല്ല് തുടങ്ങിയേക്കും. അത് തല്ലല്ല, രക്ഷാപ്രവർത്തനമാണെന്ന് പിണറായി പറയും. ഓരോ തല്ലും ന്യായത്തിനു വേണ്ടിയാണെന്ന് ഗോവിന്ദൻ വാദിക്കും. കിറ്റ് വാങ്ങി തിന്നവന്മാരെ തല്ലാൻ ധാർമ്മികമായ ഉത്തരവാദിത്വവും അവകാശവും പാർട്ടിക്കുണ്ടെന്ന് ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന സൈബർ സഖാക്കൾ മൊഴിയും. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് വേണം തല്ലാനിറങ്ങാനെന്ന ഒരു ഉപദേശം കൂടി മണി നൽകുന്നുണ്ട്. പ്രാകൃതമായ ഏതോ യുഗത്തിലാണ് ഇപ്പോഴും ഈ മൂത്തുമുറ്റിയ സഖാക്കൾ. കുട്ടി കൂത്താടിയാൽ കാണാൻ കൊള്ളാം, മുതുകൂത്താടിയാൽ എങ്ങനെയിരിക്കും? 5-ൽ വളയാത്തത് 50-ൽ വളയില്ലെന്ന് പറയും പോലെ ഈ മണികണിയാശാനെ നേരെയാക്കാൻ നടക്കാതെ കാതുപൊത്തി നമ്മളങ്ങ് നടക്കുകയേ മാർഗമുള്ളൂ.